ഹലോ എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് ട്രൈ മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കനെ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/2 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് മൂന്നും ഞാൻ 1/4 സ്പൂൺ വീതം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ പൊരിക്കുക അല്ലെങ്കിൽ ചിക്കൻ എന്താ പറയുക വെറുതെ റോസ്റ്റ് ഒന്നുമില്ല, നല്ല സ്പെഷ്യലായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് മഞ്ഞളും ഉപ്പും മുളകും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 വലിയ സവാള, ഒരു 3-4 ചില്ലി കറിയിലയും മല്ലിയിലയും വേണം, പിന്നെ ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള നിങ്ങളെങ്ങനെ അരിഞ്ഞ് വെക്കുക, അതേപോലെ തക്കാളി ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്, അതും അരിഞ്ഞ് വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അതേപോലെ പച്ചമുളക് നിങ്ങളെങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി പാൻ എടുക്കുകയാണ്, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ലേശം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് മാത്രമാണ് കുറച്ച് ഉപയോഗിച്ചത്. എല്ലാവരും അത്യാവശ്യം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ തോനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കളറ് മാറുമ്പം ഇതിലേക്ക് സവാള, പച്ചമുളക്, കറിയില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ ചിക്കൻ റോസ്റ്റ് നമുക്ക് വെള്ളയപ്പം, പത്തിരി, പുട്ട് എല്ലാത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, പൊറോട്ടക്കും ഒക്കെ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അതേപോലെ ചാനൽ വിസിറ്റ് ചെയ്യുക. അതിൽ ഞാൻ ഒരുപാട് സ്പെഷ്യൽ റെസിപ്പീസ് മലബാർ സൈഡിലുള്ളതും ഒക്കെ ചിക്കനെ കൊണ്ടും ഫിഷിനെ കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ചാനൽ വിസിറ്റ് ചെയ്ത് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം. മഞ്ഞൾ 1/2 സ്പൂണ്, മുളക് 1/2 സ്പൂൺ, അതേപോലെ കുരുമുളക് പൊടിയും 1/2 സ്പൂണ് ചേർക്കുക. പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം, അത് ഞാനൊരു 1.5 സ്പൂണ് ചേർത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചേർക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടികളൊക്കെ ഒരു ആ പച്ചത് വിടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി ചേർക്കും. ഒരു വലിയ തക്കാളി അരിഞ്ഞതാണുള്ളത്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ പറഞ്ഞല്ലോ 1/2 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇതൊക്കെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മാറ്റിയിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ലേശം കൂടി കുരുമുളക് പൊടി ഇടുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ ചിക്കനൊക്കെ ചേർത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ കിച്ചണിൽ കയറി എല്ലാം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് നമ്മളെ തക്കാളിയൊക്കെ ഉടഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചിക്കനിലേക്ക് ആ എരിവും ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും ഈ ടൈം കൊണ്ട്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗരം മസാല ചേർക്കണം. ഒരു വലിയ സ്പൂണ് ഗരം മസാല തന്നെ ചേർക്കുക, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാനിവിടെ ഭയങ്കര ഗ്രേവി ടൈപ്പ് അല്ല ചെയ്യുന്നത്, കുറച്ചൊരു എന്താ പറയുക തിക്ക് ഇതായിട്ടാണ് ചെയ്യുന്നത്. ഗ്രേവി ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേവി വേണ്ടവർക്ക് വെള്ളം കൂടുതൽ ഉപയോഗിക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് ചിക്കൻ വേവാനുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടച്ച് വേവിക്കണം. അപ്പം ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമ്മൾ എന്നിട്ടാട്ടോ അടച്ച് വേവിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് മതി. ഇപ്പോൾ ഏകദേശം ചിക്കനൊക്കെ ഒന്ന് ഇങ്ങനെ ചൂടിൽ വെന്ത് തുടങ്ങുന്നുണ്ടല്ലോ. അപ്പം ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ട് ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കിയൊക്കെ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പം ചിക്കൻ റോസ്റ്റ് വരുമ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് സമയം കൂടി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കണം. അപ്പോൾ ഞാൻ അത്യാവശ്യം മല്ലിയില എടുത്തിട്ടുണ്ട്. ഒരു പോങ്ങയോളം മല്ലിയില എടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. ചിക്കൻ ചുക്കയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്